ഇന്ന് നമുക്ക് ഡോക്ടർ മനോജിനെ ഇവിടെ നമുക്ക് ലഭിച്ച ദിവസമാണ്. അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ പരിചയം എന്ന് പറയുന്നത് വളരെ കുറച്ച് നാളത്തേതേ ഉള്ളൂ. അദ്ദേഹത്തിന് അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അറിയാനായിട്ട് മാധ്യമങ്ങളിൽ കൂടെയൊക്കെ വളരെയധികം പ്രമുഖനായ വ്യക്തിയാണ്. പക്ഷേ പിന്നീട് അടുത്ത് അറിയാനുള്ള അവസരമുണ്ടായി. ചില ദിവസമൊക്കെ ഇതിനു മുമ്പ് ഒരു ദിവസം ഇവിടെ വന്ന് താമസിച്ചു, 1-2 ദിവസം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പരിചയപ്പെട്ടു. അതിൽ നിന്ന് എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിന്ന് ആത്മസംഗമം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ സത്സംഗങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ ആത്മസംഗമം എന്ന് പറഞ്ഞത് നമുക്ക് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അദ്ദേഹം അതിന് നേതൃത്വം നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് അത്ര അധികമായി അറിയില്ലെങ്കിൽ അറിയാവുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ അറിയുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ മനുഷ്യൻ്റെ സാമർഥ്യങ്ങൾ, നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും വായിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ സാമർഥ്യങ്ങൾ, വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നേടിയ നേട്ടങ്ങളാണല്ല. എന്നാൽ നമ്മളൊരു കാര്യം അറിഞ്ഞ് ഇത് ശരിയല്ലല്ലോ, ഇത് ശരിയാണല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നമ്മുടെ ബുദ്ധി കയറി അവിടെ പണിയാൻ തുടങ്ങും. മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, ഇന്നത് വേണോ പിന്നെ മതിയോ, അല്ലെ പിന്നെ ഞാനായിട്ട് എന്തിനും ഇതിനൊക്കെ ചിന്തിക്കണം എന്നെല്ലാം ചിന്തിച്ച് അവസാനം വന്ന ചിന്തയെ വേസ്റ്റ് പേപ്പറിൽ കളയുന്ന ഒരു നമ്മുടെ സ്വഭാവമാണല്ലോ. എന്നാൽ എനിക്ക് പെട്ടെന്ന് ഡോക്ടർ മനോജിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം ഒരു ഗവേഷകനാണ്. അത് ക്യൂരിയോസിറ്റി ഉണ്ട്, അതിനനുസരിച്ച് ഗവേഷണം നടത്തുന്ന വ്യക്തിയാണ്, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ. അത് മാത്രമല്ല മാനുഷിക ജീവിതത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിനെ സംബന്ധിച്ചും അത് കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം കണ്ടെത്തുന്ന കാര്യങ്ങൾ നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു സത്യാവസ്ഥ അറിയാം. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ ഭൂമി അല്ലെങ്കിൽ മനുഷ്യരായിരിക്കുന്നവരെല്ലാം അതിൻ്റെ ഭാഗങ്ങൾ, ഇതെല്ലാം മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മളെ ഇന്ന് പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. കാരണം ഇന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പഴയ മാമൂലുകളൊക്കെ വെച്ച് ചില ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം കൊണ്ടു നടന്നുകൊണ്ടിരിക്കുക. അതിനെ വിട്ടുകളയാൻ അതിൻ്റെ നടത്തിപ്പുകാർക്ക് ഒട്ടും തയ്യാറല്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങൾ വേണം, അതിൽ യാഥാർത്ഥ്യമില്ലാത്ത കുറേ അനുഷ്ഠാനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. കാരണം ഇതൊക്കെ എനിക്ക് വേണ്ടല്ലോ എന്ന് തോന്നിയാലും മറ്റു ചിലർക്ക് ആവശ്യമുണ്ട്. കാരണം ഒരു മനുഷ്യ സമൂഹം അല്ലെങ്കിൽ ഒരു വീട്ടിലെ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ തേങ്ങാക്കൊലയിൽ ചില വീട്ടുതേങ്ങകളും ഉണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഈ പേട്ടുതേങ്ങകൾ ഒരു വീട്ടിൽ ഒരു പേട്ടുതേങ്ങ ഉണ്ടെങ്കിൽ ആ ഒറ്റ പേട്ടുതേങ്ങ മതി ആ വീടിൻ്റെ പല ഐശ്വര്യവും പല മാനസിക പ്രശ്നങ്ങളും തകർത്ത് കളയും. ഇത് നമ്മുടെ സമൂഹത്തിലുമുണ്ട്. അവരെ ഒരു കാര്യകാരണങ്ങളിലേക്കൊന്നും പോകില്ല. അവരെ ഏതെങ്കിലും ചില കാര്യങ്ങളിൽ പിടിച്ചു നിർത്താൻ ഈ പറഞ്ഞ നമ്മുടെ ഈ LKG വിശ്വാസ സംഹിതകളും ആചാരാനുഷ്ഠാനങ്ങളും ആവശ്യമുണ്ട്. പക്ഷേ നമുക്കതിൽ നിന്ന് ഒന്ന് ഉയർന്ന് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ അതിന് സാധ്യത ഉണ്ടാകണം. ആ തുടർന്ന സമീപനം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി. കാരണം ഇതിൻ്റെ നടത്തിപ്പുകാരായി പ്രശ്നക്കാർ. അപ്പം നമ്മൾ ഇതിന് വ്യത്യസ്തമായിട്ടൊന്ന് ചിന്തിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ ആത്മസംഗമങ്ങൾ ധാരാളമായിട്ട് ആവശ്യമുണ്ട്. ഈ സമചിന്താഗതികളും വളർച്ചയും ക്യൂരിയോസിറ്റിയും ഉള്ള ആളുകൾ ഒന്നിച്ചിരുന്ന് വിശേഷങ്ങൾ പറഞ്ഞ് മാറ്റങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതിലേറ്റവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ മനോജ് എന്ന് പറഞ്ഞയാൾ. അദ്ദേഹം ഏതായാലും കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒക്കെ വീണ്ടും അതിൽ ഗവേഷണം നടത്തി ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ മുന്നേറുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല നമ്മളെല്ലാം ഇങ്ങനെ മാറ്റി വെച്ച് വയസ്സും പ്രായമായി പെട്ടിയിലാകാറായി. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ചെറുപ്പത്തിലെ തന്നെ ഈ ഒരു കാര്യത്തിൽ വ്യതിയാനം വരുത്തിയാതെ ഇരുന്നാൽ ജീവിതമാകെ തകർന്നു പോകും. ഇന്ന് നമ്മൾ ഈ സമൂഹം എന്ന് പറയുന്നത് മുഴുവനും കുറേ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്ര നേട്ടങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബിസിനസ് ലോബികളുടെ കയ്യിലായിപ്പോയി. അങ്ങനെ സമൂഹത്തിനെ ആകെക്കൂടെ ഇവർ കാർന്നു തിന്നുകയാണ്. ബിസിനസ് ലോബികൾ, അതുപോലെ ഈ മത അധികാരികൾ, ഇവരെല്ലാവരും കൂടെ കൂട്ടിച്ചേർത്ത് ഈ സാമാന്യ ജനമെന്ന് പറഞ്ഞാൽ 95% ജനങ്ങളെയും കാർന്ന് തിന്നുകൊണ്ട് പോവുക. ജീവിക്കാനുള്ള ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ഉണ്ടാകുക. ഇതിന് മാറ്റം നമ്മൾ വരുത്തിയേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ഉണ്ടാകണം. കാര്യം എല്ലാവരുടെയും മനസ്സിൽ കൂടെ ചിലതെല്ലാം ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിലും അത് ഒന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് വേലി ചാടി ഒന്ന് ധൈര്യം കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഞാൻ ശ്രീ മനോജിയിൽ കണ്ട കാര്യം എന്ന് പറഞ്ഞത്
അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മധൈര്യവും താൻ കണ്ടെത്തിയ കാര്യത്തിൽ തൻ്റെ ഒരു ദൗത്യമായിട്ടത് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരു മനുഷ്യൻ തൻ്റെ ദൗത്യം ഇതാണ്, താൻ ജനിച്ചത് ഇതാണ്, ഇതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ ചില ഒരു മിഷൻ മനസ്സിൽ തോന്നിയാൽ പിന്നെ അതിനകത്ത് ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നത്. അങ്ങനെ തൻ്റെ ഒരു മിഷൻ വെളിവായി കിട്ടിയിട്ട് താൻ തന്നെ തൻ്റെ ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അവതാര പുരുഷനാണെന്ന് സ്വയം ചിന്തിക്കാൻ ധൈര്യപ്പെടുകയാണ്. ഇതൊരു വലിയ ആവശ്യം. നമ്മളെല്ലാവരും അതാത് കാലഘട്ടത്തിൽ അതാത് സമയത്തെ സൃഷ്ടിക്കപ്പെട്ട അവതാര പുരുഷന്മാരാണ്. അത് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ ആരുടെയും പുറകെ ഈ കുഞ്ഞാടുകളായിട്ട് നടന്നുകൊണ്ട് മാത്രമൊന്നും കാര്യമൊന്നുമില്ല. അതിനപ്പുറത്ത് മനുഷ്യന് ഓരോരുത്തരിലും ഒരു വ്യക്തിത്വമുണ്ട്. അത് പ്രകൃതിയുടെ ദൗത്യമാണ്. നമ്മളത് ഏറ്റെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഇതിനൊന്നും ഒരു പരിഹാരമാവുകയില്ല. തീർച്ചയായിട്ടും ഈ മിഷൻ ഏറ്റെടുത്ത് ചെയ്യുന്ന അദ്ദേഹത്തിന് എൻ്റെ എല്ലാ ആശംസകളും ഉണ്ട്. തിരുവനന്തപുരത്തും മറ്റ് പലയിടത്തുമായിട്ട് സംഗമങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാനും പറഞ്ഞു, നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ തൊടുപുഴ ഏരിയയിൽ ഒത്തിരി ക്യൂരിയോസിറ്റി ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് തുടങ്ങി വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കുകയും അങ്ങനെ അദ്ദേഹം അതിലൊരു ദിവസം കുറിച്ച് ഇന്ന് ഇവിടെ എത്തുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്ത് നമ്മൾ ഇന്നത്തെ പരിപാടി കാര്യഗൗരവമായിട്ട് ആരംഭിക്കാം. പ്രാർത്ഥനയോടെ ആരംഭിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.